കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിലൊരു മാനവിക സൗഹാർദ്ദത്തിന്റെ മങ്ങാത്ത ഓർമ്മ പോലെ ചായക്കടയിൽ വാങ്ങിച്ചു വെച്ച് ചായയുടെ ചൂടാറുന്നതിന് മുമ്പ് കോഴിക്കോടങ്ങാടിയിലെ മാൻമോളിന്റെ ദുരന്തത്തിൽപ്പെട്ട് ആരോ ഒരാളെ നിലവിളി കേട്ടപ്പോ ആ നിലവിളി കേട്ട് ഓടിപ്പോയ നൗഷാദ് ചാടി നോക്കിയില്ല, മതം നോക്കിയില്ല. അല്ലെങ്കിൽ നിലവിളിക്കുന്ന മതമാണുള്ളത്. ആ നൗഷാദിനെ മണ്ടനെന്ന് വിളിച്ച ശശികലയും വെള്ളാപ്പള്ളിയും അടക്കമുള്ള ആളുകളോട് ചെന്നൈ നഗരം മുഴുവനും ഒരാഴ്ച മുഴുവനും ജലപ്രളയത്തിൽ കുതിച്ചു പോയപ്പോ സിനിമാ നടിക്ക് അനിഹയ്ക്ക് പോലും വീട് വിട്ടിറങ്ങേണ്ടി വന്നപ്പോ കോടീശ്വരനും പാവപ്പെട്ടവനും ഒരേപോലെ തെരുവിലൂടെ അലഞ്ഞു നടന്നപ്പോ ഒരു ഭക്ഷണത്തിന് വേണ്ടി ആരോടൊക്കെയോ യാചിച്ചപ്പോ ഓടി വന്ന് ഭക്ഷണപ്പൊതി കൊടുത്തവരുടെ ചാടിയും വന്ന് അവണ്ണന്റെ കയ്യിൽ നിന്ന് സവണ്ണൻ ഭക്ഷണം വാങ്ങിക്കൊടുത്തപ്പോ സവണ്ണന്റെ മുമ്പിൽ നിന്ന് അവണ്ണം വാങ്ങിച്ചപ്പോ ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് മുസ്ലിം വാങ്ങിച്ചപ്പോ ഒരു ജലപ്രളയത്തിൽ കിട്ടിയ ഭക്ഷണപ്പൊതിക്ക് ചാടി നോക്കാൻ എന്തേ ചാടിക്കോമരങ്ങളെ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. വെള്ളപ്പാറ്റിലൂടെ ഒഴുകിപ്പോകുന്ന കവിത എന്ന ഹിന്ദു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് ഓടിച്ചെന്ന ഹിന്ദു പെൺകുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളുടെ ഉദരത്തിൽ നിന്ന് ആദ്യമായൊരു ജന്മം വരുമ്പോ ആ ജന്മത്തിന് ഒരു ഹൈന്ദവ സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതത്തിൽ പിറന്ന കുഞ്ഞിന് അതിനെ മഴവെള്ളപ്പാറ്റിൽ നിന്ന് രക്ഷിച്ചെടുത്ത യൂനിസ് എന്ന മുസ്ലിം ചെറുപ്പക്കാരന്റെ പേരിടാ ധൈര്യം കാണിച്ച കവിത എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീയുടെ ഹൈന്ദവതയുടെ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും നല്ല മഹിതമായ മാതൃകയ്ക്ക് മുമ്പ് ജലപ്രളയത്തിൽ പാഞ്ഞു മുങ്ങപ്പോകാതെ തന്നെ രക്ഷിച്ചെടുത്ത മുസ്ലിം ചെറുപ്പക്കാരന് പ്രസവിച്ച കുഞ്ഞിന് പേരിടാൻ കൊടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മുമ്പിൽ ശശികലയെ പോലെ വിശ്വസിക്കുന്നവരോട് ഇല്ല ഇല്ല, അതാണ് ഹൈന്ദവതയുടെ അടയാളമെന്ന്, അതാണ് ഹൈന്ദവന്റെ സംസ്കാരമെന്ന് നൗഷാദ് എന്ന മുസ്ലിം ചെറുപ്പക്കാരന് മാൻമോളിന് കടന്നിട്ട് ഭാസ്കർ എന്നടക്കമുള്ള ഹൈന്ദവ ആളുകൾ വിളിക്കുമ്പോ വിളികേറ്റൊരു മാലാകെ പോലെ ഓടിച്ചെന്ന മുസ്ലിമായ നൗഷാദ് താഴെ വീണ് മരിക്കുമ്പോ ഹൈന്ദവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മുസ്ലിമായ നൗഷാദ് വീണ് മരിക്കുമ്പോ ആ നൗഷാദിന്റെ വീട്ടിലേക്ക് ഒരത്താണി പോലെ സഹായത്തിന്റെ ഹസ്തവുമായി വന്ന ഒരു കേരള ക്രിസ്ത്യാനിന്റെ കൊച്ചൗസേപ്പിച്ചിട്ടിലെ പള്ളി. ഇതാണ് മലയാളത്തിന്റെ മഹാത്മെന്നറിയാണ്. ഹൈന്ദവനെ രക്ഷിക്കാൻ മുസ്ലിം ഇറങ്ങുമ്പോ അവർക്ക് സഹായിക്കാൻ ക്രിസ്ത്യാനി ഓടിയെത്തുന്ന ഈ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ പാരമ്പര്യത്തെ ഈ വിഷപ്പാമ്പുകൾക്ക് തകർക്കാൻ കഴിയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നൗഷാദ് നിങ്ങൾക്ക് മണ്ടനായേക്കാം, പക്ഷേ ശശികലയോട് നൗഷാദ് ഞങ്ങളുടെ മനസ്സിൽ മഹാനാണ്. മാൻമോളിൽ ശ്വാസം മുട്ടിപ്പടയുന്നവന് കയറിട്ട് കൊടുക്കലാണോ അതാ അവനെ രക്ഷിക്കാനിറങ്ങലാണോ? ഏത് അക്ഷരത്തിന്റെ താളുകളിൽ നിന്നാണ് നിങ്ങൾ വിവരക്കേടിന്റെ വിദ്യാഭ്യാസം പഠിച്ചതെന്ന് വിനീതമായി ചോദിച്ചിട്ട് സഹോദരങ്ങളെ ആര് മണ്ടനെന്ന് വിളിച്ചാലും ആര് ബുദ്ധിശാലി എന്ന് വിളിച്ചാലും ഞാനെന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ ദുനിയാവിന്റെ ബഹുമതികളും തർക്കവിതർക്കങ്ങളുമാ. പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമാനാരെന്നറിയോ? അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച നൗഷാദിനെ മണ്ടനെന്ന് വിളിച്ച KP ശശികലയ്ക്കെതിരെ സാക്ഷര കേരളം മുഴുവനെ പ്രതികരിക്കുമ്പോ ആ വിവാദത്തിനൊക്കെ വിരാമം ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രബുദ്ധരായവരോട് പറയാ, ആ വിവാദങ്ങളൊക്കെ ഇന്ന് അവസാനിക്കാം, നാളെ അവസാനിക്കാം. പക്ഷേ നിത്യജീവിതത്തിന്റെ നിതാന്ത വിസ്മയത്തിലേക്ക് വിശ്രമമില്ലാതെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനാരെന്നറിയോ? അള്ളാന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തരികയാ, അൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്. സ്വന്തം ശരീരത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നവനാരോ, സ്വന്തം ശരീരത്തെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കുന്നവനാരോ അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് സദഖ റസൂലുള്ളാഹ്. അത്